ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായത്തിൻ്റെ സംക്ഷിപ്തമാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് സനകാദികളുടെ വൈകുണ്ഠപ്രവേശനവും ജയവിജയന്മാർക്ക് കിട്ടിയ ശാപത്തെക്കുറിച്ചുമാണ്. അതിനുശേഷം സനകാദികൾക്ക് പശ്ചാത്താപമുണ്ടായി. തങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ആണല്ലോ ജയവിജയന്മാരെ ശപിച്ചത് എന്നോർത്ത് അവർ വിഷമിച്ചു. അപ്പോഴാണ് ശംഖചക്രധാരിയും പീതവസ്ത്രധാരിയും ലക്ഷ്മി സമേതനുമായ ഭഗവാൻ ശ്രീഹരി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സനകാദികൾ അതീവ സന്തോഷം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. സ്തുതികൾ കേട്ടിട്ട് ഭഗവാൻ അവരിൽ സംപ്രീതനായി. ഭഗവാൻ പറയുകയാണ്, ഹേ ഋഷീശ്വരന്മാരെ, വൈകുണ്ഠദ്വാരപാലകരായ നമ്മുടെ പാർഷദന്മാരായ ജയവിജയന്മാർ അവിവേകം നിമിത്തം നിങ്ങളെ അപമാനിച്ചിരിക്കുന്നു. അത് കാരണമായി നിങ്ങൾ ഇവർക്ക് വിധിച്ച ശിക്ഷയും ഉചിതം തന്നെ. ബ്രഹ്മനിഷ്ഠരായ ബ്രാഹ്മണർ നമ്മുടെ ഹൃദയസ്ഥാനത്ത് വസിക്കുന്നവരാണ്. എൻ്റെ ഭൃത്യന്മാർ തെറ്റു ചെയ്താൽ അത് എൻ്റെ തെറ്റായി ഞാൻ കാണുന്നു. ആയതിനാൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു ഭൃത്യൻ ഒരു തെറ്റു ചെയ്താൽ അത് അവൻ്റെ യജമാനനെ ബാധിക്കുമെന്ന് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ യശസ്സിനെ ലോകത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഋഷീശ്വരന്മാരാണ്. ചണ്ടാളനെ പോലും ശുദ്ധമാക്കുവാനുള്ള കഴിവ് ഋഷീശ്വരന്മാർക്കുണ്ട്. സത്സംഗത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നു. നാം ഭക്തൻ്റെ അടിമയാണ്. അവർ നമ്മുടെ പാദകമലങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ നാം അങ്ങേയറ്റം പരിശുദ്ധമാകുന്നു. ലക്ഷ്മി ദേവി പോലും നമ്മെ വിട്ടുപിരിയാതെ നിൽക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങൾ കാരണമാണ്. അനേക കോടി ജനങ്ങൾ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി അനേകം യാഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നാൽ ഫലേച്ഛ കൂടാതെ ഭക്തന്മാർ നമ്മുടെ പാതാരവിന്ദത്തെ ആശ്രയിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരം. ഭക്തന്മാർ ഭഗവാന്റെ പാദം കഴുകിയ ജലം, അതായത് ഗംഗാനദി, 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു. ശ്രീ മഹാദേവൻ പോലും ആ തീർത്ഥത്തെ തൻ്റെ ശിരസിൽ ആദരവോടെ വഹിക്കുന്നു. അത്രയും പൂജനീയരാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണരും ഗോക്കളും മറ്റു ജീവജാലങ്ങളും നമ്മുടെ ശരീരമാണ്. അതിനാൽ അശരണരായ ജീവജാലങ്ങളെ ഉപദ്രവിക്കുവാൻ പാടില്ല. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം വിളങ്ങി നിൽക്കുന്നു. അവിവേകികൾ ഭഗവാനെയും മറ്റു ജീവജാലങ്ങളെയും വേറിട്ട് കാണുന്നു. നേരെ മറിച്ച് ബ്രാഹ്മണരാകട്ടെ, അവരെ ആരെങ്കിലും നിന്ദിച്ചാൽ പോലും അവർ തങ്ങളിലെ നന്മ കൊണ്ട് അവരെ ബഹുമാനിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇംഗിതം അറിയാതെയാണ് എൻ്റെ ഭൃത്യന്മാർ നിങ്ങളെ അപമാനിച്ചത്. എങ്കിലും അവരെ അധികകാലം നമ്മിൽ നിന്ന് അകറ്റാതെ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി എത്രയും വേഗം നമ്മുടെ ധാമത്തിലേക്ക് തിരികെ വരുവാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ സനകാദികളോട് അപേക്ഷിക്കുകയാണ്. ബ്രഹ്മദേവൻ പറയുകയാണ്, ഹേ സുരോത്തമന്മാരെ, ഭഗവാൻ ശ്രീഹരിയുടെ വചനാമൃതത്തെ കേട്ടിട്ട് ദിവ്യാനുഭൂതി ഉണ്ടായിയെങ്കിലും സനകാദികൾ തൃപ്തരായില്ല. ഭഗവാൻ പറഞ്ഞ വാക്കുകളും ആശയങ്ങളും അർത്ഥങ്ങളും സനൽകുമാരന്മാർക്ക് വേണ്ട വിധം ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ തൊഴുകൈകളോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, അങ്ങ് എന്താണ് ഞങ്ങളോട് കർത്തവ്യമായി ആജ്ഞാപിക്കുന്നത്? സർവ്വലോകങ്ങൾക്കും സ്വാമിയായ അങ്ങേക്ക് ഹിതമായി ഏത് കർമ്മം ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇത്രയും കാരുണ്യം ചൊരിയുന്നത്? ഭഗവാനെ, ബ്രഹ്മണ്യം സ്വയമേവ അങ്ങയുടെ ആശ്രിതനാണ്. അങ്ങ് ദേവതകളുടെ മാത്രമല്ല, ഞങ്ങൾ ബ്രാഹ്മണരുടെയും പൂജ്യനും രക്ഷകനുമാണ്. പ്രപഞ്ചത്തിലെ ധർമാർത്ഥ കാമങ്ങളെല്ലാം അങ്ങിൽ നിന്നുണ്ടായതാണ്. അങ്ങയുടെ കാലാന്തരത്തിലുള്ള പല അവതാരങ്ങളും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. യോഗികൾ പോലും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അന്യവിഷയങ്ങളിൽ നിന്നകന്ന് അജ്ഞാന അന്ധകാരത്തെ മറികടക്കുന്നത്. ഭൗതിക സുഖം നേടാനുള്ള സ്വാർത്ഥതയിൽ മനുഷ്യർ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു. എന്നാൽ ലക്ഷ്മി ദേവിയാകട്ടെ ഭക്തന്മാർ അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ച തുളസിപ്പൂവിൻ്റെ സുഗന്ധം തേടി വണ്ടുകൾ എങ്ങനെയാണോ പൂക്കളിലെ തേൻ നുകരാൻ വേണ്ടി ചുറ്റി നടക്കുന്നത്, അതുപോലെ ഭക്തന്മാർ ഭഗവാന് ചാർത്തിയ പൂമാലയിൽ അഭയം തേടി ഭഗവാന്റെ മാറോട് ചേർന്നിരിക്കുന്നു. ഭഗവാനെ, അങ്ങ് എപ്പോഴും ഭക്തന്മാരുടെ ചേഷ്ടകളിൽ ആനന്ദം കണ്ട് രസിക്കുന്നു. എന്നാൽ നിർമ്മല ഭക്തിയാ പരിചരിക്കുന്ന ലക്ഷ്മി ദേവിയെ അങ്ങ് കണ്ടില്ലെന്നും നടിക്കുന്നു. ശ്രീവത്സം എന്ന പേരുള്ള അങ്ങയുടെ മറുക് ഭൃഗുമഹർഷിയോട് അങ്ങ് കാണിക്കുന്ന ആദരവിൻ്റെ സൂചകമാണ്.
ധർമ്മത്തിൻ്റെ മൂർത്തീരൂപമായ അങ്ങ് കഴിഞ്ഞ 3 യുഗങ്ങളിലും അവതരിച്ച് സകല ചരാചരങ്ങളെയും കാത്തുരക്ഷിച്ചു. അല്ലയോ ഭഗവാനെ, ഞങ്ങൾ ബ്രാഹ്മണരെയും ദേവന്മാരെയും രജസ് തമസാദി ദുർഗുണങ്ങൾ തീണ്ടാതെ കാത്തുകൊള്ളേണമേ. ഹേ നാരായണ, അങ്ങ് ഭക്തന്മാരുടെ രക്ഷകനാണ്. അവരുടെ നന്മയെ പരിരക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് വഴുതി വീഴും. അല്ലയോ ഭഗവാനെ, അങ്ങ് ഒരിക്കലും ധർമ്മച്യുതി ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ തേജസ്സാൽ സകല പ്രതികൂല ശക്തികളെയും നിഗ്രഹിക്കുകയും ചെയ്യുന്നു. അല്ലയോ ഭഗവാനെ, ഞങ്ങൾ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരെ ശപിച്ചു എന്നത് സത്യമാണ്. അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് തന്നാലും അതിനെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമന്മാരെ, നിങ്ങളിൽ നിന്ന് ഇവർക്ക് ഏൽക്കേണ്ടി വന്ന ശിക്ഷ യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. തത്ഫലമായി അവർ അസുരയോനിയിൽ ജന്മമെടുത്ത് നിത്യനിരന്തരമായി നമ്മിൽ ദ്വേഷഭക്തി വരികയും ചെയ്യും. ഭീതി കൊണ്ട് നമ്മെ വിദ്വേഷഭാവത്തിൽ അനുസ്മരിച്ചിട്ട് നമ്മോടുകൂടെ ചേരുകയും ചെയ്യും. ബ്രഹ്മദേവൻ തുടർന്നു, ദേവന്മാരെ, ശ്രീഹരിയെ ദർശിച്ച് സനകാദികൾ വൈകുണ്ഠത്തിൽ നിന്ന് വിടവാങ്ങാൻ തീരുമാനിച്ചു. ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ നൽകിയ അധ്യാത്മജ്ഞാനത്തെ നെഞ്ചിലേറ്റി ഭക്തനും ഭഗവാനും രണ്ടല്ല എന്ന തത്വത്തെ മനസ്സിലാക്കി അവർ വൈകുണ്ഠലോകം പിൻവാങ്ങി. തുടർന്ന് ഭഗവാൻ തൻ്റെ പാർഷദന്മാരോട് പറഞ്ഞു, ഹേ ജയവിജയന്മാരെ, നിങ്ങൾ നിർഭയരായി പോയിക്കൊള്ളൂ. നിങ്ങൾക്ക് സർവമംഗളങ്ങളും നേരുന്നു. നിങ്ങൾക്ക് വന്ന് ഭവിച്ച ബ്രാഹ്മണശാപത്തെ വ്യർത്ഥമാക്കാൻ നമുക്ക് കഴിയുമെങ്കിലും അതിന് നാം തുനിയുന്നില്ല. കാരണം അതെൻ്റെ ഇച്ഛയാണ്. സദാസമയവും നമ്മുടെ പാതാരവിന്ദത്തെ പൂജിച്ചു കഴിയുന്ന ലക്ഷ്മി ദേവിയെയും നാം നിദ്രയിലിരിക്കെ നിങ്ങൾ തടഞ്ഞുവെച്ചു. അപ്പോൾ കരുതിയതാണ് നിങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണമെന്ന്. എന്നാൽ നാം നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, നമ്മിൽ വിദ്വേഷഭക്തി വെച്ചുകൊണ്ട് നിങ്ങൾ നമ്മെ എപ്പോഴും ഓർക്കും. എല്ലാവരും അവരുടെ മിത്രങ്ങളെക്കാൾ ശത്രുക്കളെയാണത്രേ എപ്പോഴും ഓർക്കുക. അങ്ങനെ അധ്യാത്മയോഗ സാധനയിലൂടെ ഹൃദയം ശുദ്ധമായി ശാപം തീർന്ന് അതിവേഗത്തിൽ തന്നെ നമ്മെ പ്രാപിക്കുന്നതാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, വൈകുണ്ഠദ്വാരത്തിൽ വെച്ച് ജയവിജയന്മാരെ ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ ലക്ഷ്മി സമേതനായി തൻ്റെ പരമധാമത്തിലേക്ക് മടങ്ങി. ജയവിജയന്മാരാകട്ടെ സനകാദികളുടെ ശാപത്തിന് ഇരയായതു കാരണം സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് വൈകുണ്ഠലോകത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദേവതകൾ തങ്ങൾക്കുണ്ടായ നിരാശയെ കാട്ടുവാനായി ഹാഹാകാരം മുഴക്കി. ബ്രഹ്മദേവൻ പറയുകയാണ്, ദേവതകളെ, ശാപബാധിതരായ ആ വൈകുണ്ഠദ്വാരപാലകർ കശ്യപരുടെ ബീജത്തിലൂടെ ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. പിറക്കാനിരിക്കുന്ന ആ അസുരജന്മങ്ങളുടെ തേജസ്സാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നതും നിങ്ങളുടെ ശക്തിയെ നശിപ്പിക്കുന്നതും. ഭഗവാൻ ശ്രീഹരിക്ക് മാത്രമേ ഇനി നമ്മളെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാനാകൂ. ബ്രഹ്മദേവൻ പറയുകയാണ്, പുത്രന്മാരെ, ഭഗവാൻ വിഷ്ണു തന്നെയാണ് ത്രിഗുണങ്ങളുടെ ഈശ്വരൻ, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ മൂലഹേതുവും. മഹായോഗികൾക്ക് പോലും ഭഗവാന്റെ യോഗ്യതയെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദിപുരുഷനായ ഭഗവാൻ ശ്രീഹരി നമ്മെ രക്ഷിക്കട്ടെ. ഈ പറഞ്ഞ വാക്കുകൾ ഭഗവാനിലും ഗുരുപാദങ്ങളിലും സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.